40. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് മോളെ. നിർമ്മല പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്തായാലും നിങ്ങൾ ഒന്നിച്ചല്ലോ, ഒരുപാട് സന്തോഷായി. സത്യം പറഞ്ഞ നിധി പോയപ്പോ എന്തോരം വിഷമായിന്നറിയോ. എന്തായാലും തിരികെ ജോലിക്ക് ജോയിൻ ചെയ്തല്ലോ. ഗൗതം എന്ത് പറയുന്നു മോളെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി ആന്റി. ആൾക്കിപ്പോഴേ കുറച്ചുകൂടി വാശിയൊക്കെ വന്നിട്ടുണ്ട്. 1 രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുത്തേ അടങ്ങൂ എന്നുള്ള തീരുമാനത്തിലാളിപ്പോ. എന്തായാലും ജോലിക്ക് കയറിയല്ലേ മോള്? പിന്നല്ലാതെ. ടീച്ചർ പോസ്റ്റ് ഒഴിവുണ്ടെന്നാ പ്രിൻസിപ്പാൾ പറഞ്ഞത്. പറ്റിയ ടീച്ചറായിട്ട് തന്നെ ജോയിൻ ചെയ്യണം. മോള് വാ, ഞാനും വരാം പ്രിൻസിപ്പളിനെ കാണാൻ. ഇന്ദിരമ്മേ, ഞാൻ പോയി പ്രിൻസിപ്പാളിനെ ഒന്ന് കാണട്ടെ. ചെല്ല്. ആ ടീച്ചർ ജോലി തന്നെ തരാൻ പറ. ആയ ജോലിക്ക് ഇപ്പൊ ഞങ്ങൾ 2 പേരുണ്ടല്ലോ. കുട്ടികൾക്കൊരു നല്ല ടീച്ചറെ കിട്ടട്ടെ. വാ മോളെ. ആഹാ, നിധി തിരിച്ചെത്തിയോ? ഇനി നിധിയെ ഒരിക്കലും കാണാനാകില്ലെന്ന് ഞാൻ വിചാരിച്ച്. എന്തായാലും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചല്ലോ. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയല്ലോ. അത് തന്നെ വലിയ കാര്യം. ഞാൻ വേറൊരു ആവശ്യമായിട്ട് വന്നതായിരുന്നു മാഡം. ആ, പറയൂ. എനിക്ക് ആയ ജോലിയിലേക്ക് തിരികെ കയറണമെന്ന് താല്പര്യമുണ്ട്. ഗൗതമിന് വസുന്ധരാന്റെ കൊടുത്ത പണമൊക്കെ തിരികെ കൊടുത്തു. എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം. എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായേ പറ്റൂ. വീണ്ടും ജോലി ചോദിക്കുന്നതിൽ മാഡത്തിന് എന്നോട് ദേഷ്യം തോന്നരുത്. ദേഷ്യമൊന്നുമില്ല, പക്ഷേ ഒരു കുഴപ്പമുണ്ടല്ലോ നിധി.